ഹുവൽ ഐനു ഹുവൽ ഐൻ ലഹു ഐനു ആലാഫിൻ മിനൽ ഹുജ്ബി ഷായിദ തഹയ്യറ ഫീഹി ഖാതിഉൽ മുതഹസ്സിസി. യഹൂ നബിക്കുണ്ട് ഐനു ആലാഫിൻ. ഐന് എന്നാൽ 70, ആലാഫ് ആയിരങ്ങളാണ്. അപ്പോൾ 70,000 മിനൽ ഹുജ്ബി മറകളാൽ. ഒരാൾക്ക് നബിയുടെ യാഥാർത്ഥ്യത്തിലേക്ക് കയറണമെങ്കിൽ 70,000 മറ കടക്കണം. ഷാഹിദൻ, അതെല്ലാം ഞാൻ നോക്കിക്കണ്ട നിലയിൽ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതിനൊക്കെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. നമുക്കിതൊരു വർത്താനം. അങ്ങനെ ഒരാൾ വേണമല്ലോ. 20-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരാളുണ്ടാവില്ല. 20-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരാളുണ്ടാവില്ല. അത്രയും വലിയ ആളാണ്. 1900 ജനിച്ച് 1975 മരിച്ചു. അങ്ങനത്തെ ഒരാളുണ്ടാവില്ല. അബ്ദുൽ അലി മഹ്മൂദ് അസറിൻ്റെ ഷെയ്ഖുൽ അസറായ അബ്ദുൽ അലി മഹ്മൂദ് എന്നെ ഒരു രാത്രി വെള്ളിയാഴ്ച രാവിലെ സ്വപ്നം കാണുക അസറിലെ പള്ളിയിൽ റസൂലുള്ള വന്നതായിട്ട്. എന്നോട് സുന്നത്ത് നിസ്കരിച്ച് ഒരു തൂണിൽ ചാരിയിരുന്നു. പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ ജുമാൻ്റെ നേരായി. അപ്പോൾ എല്ലാവരും നിർബന്ധിച്ചു, നബി നിങ്ങൾ ഖുത്ബോലി. അങ്ങനെ നബി ഖുത്ബോലി. പിന്നെ നിർബന്ധിച്ച് നബി ഇമാമത്ത് നിസ്കരിച്ചു. പിന്നെ നബിയെ വായിറ്റിക്കൊണ്ട് അവരൊരു സമ്മേളനം നടത്തി. സ്വപ്നം കണ്ടപ്പോൾ എന്താണ് അർത്ഥം എന്ന് മനസ്സിലായില്ല. പിന്നെ പിറ്റേന്ന് വെള്ളിയാഴ്ച ജുമാക്ക് വന്നു. സാധാരണ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെ എങ്ങനെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസറിലെ പള്ളിയിൽ വന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ട് ചാരി ഇരുന്ന ഒരു തൂണിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി. അതാണല്ലോ തൂണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങൾ ജുമാക്ക് വന്നു. അവർ സെനഗൽകാരനാണ്. സെനഗൽ പറഞ്ഞാൽ ഈജിപ്തിൽപ്പെട്ട സ്ഥലമല്ല. വന്നിട്ട് പിന്നെ അസർ ഷെരീഫിലെ പള്ളിയിൽ കയറി സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ട് അതേ തൂണിൽ ചാരിയിരുന്നു. അപ്പോൾ ഓടി വന്ന് കൈ പിടിച്ചു, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു. എല്ലാവരും നിർബന്ധിച്ചു, നിങ്ങളാണെന്ന് ഖുത്ബോലുണ്ട്. അപ്പം ആ സ്വപ്നം യാഥാർത്ഥ്യമായി. ഇബ്രാഹിം നിയാസാണ് എന്നിട്ട് ഖുത്ബോടി. ജുമാക്ക് ഇമാമത്ത് നിന്നപ്പോൾ എല്ലാവർക്കും നിർബന്ധം അവരെന്നെ ഇമാമത്തിക്കണം. ജുമാ കഴിഞ്ഞപ്പോൾ സമ്മേളനം നടന്നു അസറിലെ പള്ളിയിൽ. ഇവരാണ് ഇന്ന് മുസ്ലിം ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ. അന്ന് അവർ കൊടുത്ത പദവിയാണ് ഷെയ്ഖുൽ ഇസ്ലാം. മരണം വരെ ഇന്നും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം നിയാസിൽ കൗലഖി എന്നാണ് പറയുക. അങ്ങനെ ഒരാൾ 20-ാം നൂറ്റാണ്ടിലുണ്ടാവില്ല. അങ്ങനെ ആളുണ്ടാവുമല്ലോ ലോകത്തെക്കാലത്തും. ഇന്നത്തെ ആളാരാ അറിയില്ല, പക്ഷെ അങ്ങനത്തെ ആളുണ്ടാവും.